USSുമായി ബന്ധപ്പെട്ട മലയാളം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് വളരെ പ്രാധാന്യമുള്ള കുറേയധികം ചോദ്യങ്ങളാണ്. മലയാളത്തിൽ നിന്ന് ചോദിക്കുന്ന, നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി ചോദിക്കാനിടയുള്ള ചോദ്യങ്ങൾ. നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകും. നോക്കുക, ആദ്യത്തെ ചോദ്യം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ USS അതോടൊപ്പം LSSുമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ ചാനൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. കാരണം കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് USSന് അപ്പിയർ ചെയ്യുമ്പോൾ അതിൽ കുറച്ചെങ്കിലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ നേരെ ആദ്യത്തെ ചോദ്യം, പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. കേരള പാണിനി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി. ഓപ്ഷൻ A, B, C, D എന്നിവ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ A വള്ളത്തോൾ നാരായണ മേനോൻ, B AR രാജരാജവർമ്മ, C കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, D കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള പാണിനി എന്ന നാമധേയത്തിൽ, അപര നാമധേയത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ B AR രാജരാജവർമ്മ. അടുത്ത ചോദ്യം, കെട്ടുകല്യാണം നമ്മൾ പരിചയപ്പെട്ടു അല്ലെ? എന്താണ് കെട്ടുകല്യാണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. കെട്ടുകല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ A അയ്യങ്കാളി, B വൈകുണ്ഠ സ്വാമികൾ, C സഹോദരൻ അയ്യപ്പൻ, D ശ്രീനാരായണ ഗുരു. ആരാണ്? അതെ, ഉത്തരം ശ്രീനാരായണ ഗുരു. കെട്ടുകല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയത് ശ്രീനാരായണ ഗുരു എന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ്. അടുത്ത ചോദ്യം, വിധാനം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? വിധാനം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ A വിസ്താരം, B തിരശ്ശീല, C അലങ്കാരം, D ഐശ്വര്യം. എന്താണ് വിധാനം എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം അലങ്കാരം. നോക്കുക, അടുത്ത ചോദ്യം പിരിച്ചെഴുതലാണ്. വിണ്ടലം. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതിയാൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? വിണ്ടലം. ഓപ്ഷൻ A, B, C, D എന്നിവ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ A വിൺ അധികം തലം, B വിണ്ട് അധികം തലം, C വിൺ അധികം ലം, D വിൺ അധികം ടലം. ഏതാണ്? അതെ, നമുക്കറിയാം. നമ്മൾ മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെട്ട ഒരു ചോദ്യം കൂടിയാണിത്. ഓപ്ഷൻ A വിൺ അധികം തലമാണ് വിണ്ടലം എന്ന പദം വരിക. അപ്പോൾ പിരിച്ചെഴുതൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു പോവുക. അടുത്ത ചോദ്യം, മണിക ഡാഷ് എന്നാണ്. മണികണ്ഠൻ എന്ന ഒരു പദമാണ് ഇവിടെ വരേണ്ടത്. മണിക ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഡാഷ് നമ്മൾ പൂരിപ്പിക്കുകയാണ് വേണ്ടത്. വിട്ടുപോയ അക്ഷരം എഴുതുക. നമുക്ക് ലഭിക്കേണ്ടത് മണികണ്ഠൻ എന്ന വാക്കാണ്. ഏതാണ്? അതെ, B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ന ഢ. ന ഢ, മണികണ്ഠൻ. അടുത്ത ചോദ്യം, ദുഷ്ടൻ എന്ന വാക്കിന്റെ എതിർപദം ഏത്? ദുഷ്ടൻ എന്ന വാക്കിന്റെ എതിർപദം ഏതാണ്? ഓപ്ഷൻ A ശിഷ്ടൻ, B സ്നേഹിതൻ, C പാവം, D സൽഗുണൻ. ഏതാണ്? അതെ, ദുഷ്ടൻ എതിർപദം ശിഷ്ടൻ. ഓർത്തു വെക്കുക, ദുഷ്ടൻ ശിഷ്ടൻ. അപ്പോൾ എതിർപദം ഓപ്ഷൻ A ശിഷ്ടനാണ്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖയിലെ നായക കഥാപാത്രമാര്? നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം കൂടി ഇതിലുണ്ട് അല്ലെ? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലൂടെ ഓർത്തു വെക്കുക. അതോടൊപ്പം ആ നോവലില്, ഇന്ദുലേഖ എന്ന നോവലിലെ നായക കഥാപാത്രം ആരാണ്? ഓപ്ഷൻ A മാധവൻ, B സൂര്യ നമ്പൂതിരിപ്പാട്, C അപ്പുണ്ണി, D പഞ്ചുമേനോൻ. ഓർത്തു വെക്കുക, ഉത്തരം മാധവൻ. ഇന്ദുലേഖയിലെ നായക കഥാപാത്രത്തിന്റെ പേര് മാധവൻ എന്നാണ്. അടുത്ത ചോദ്യം, തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രം അല്ലാത്തത് ആര്?
തകഴിയുടെ ചെമ്മീൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പളനി, ബി രവി, സി ചെമ്പൻ കുഞ്ഞ്, ഡി വെളുത്തമ്മ. ഓക്കെ, തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രമല്ലാത്തത് ആര്? നമുക്കറിയാം ചെമ്മീൻ ഒരു കടൽ തീരത്ത് നടക്കുന്ന ഒരു കഥയാണ്. പിന്നീട് അത് സിനിമയായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉത്തരം രവി. പളനി, ചെമ്പൻ കുഞ്ഞ്, വെളുത്തമ്മ എന്നിവ തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. അടുത്ത ചോദ്യം, അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിരിക്കുന്ന പദം ഏത്? ഇത് നിങ്ങൾ കൃത്യമായിട്ട് പരിചയപ്പെട്ടു പോവേണ്ടതാണ്. കാരണം കൃത്യമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് അക്ഷരത്തെറ്റില്ലാത്ത പദം. ഓപ്ഷൻ എ അഞ്ജനം, ബി അത്ഭുതം, സി അനന്തരവൻ, ഡി അടിമത്വം. ഇതിൽ അക്ഷരത്തെറ്റില്ലാതെ എഴുതിയിട്ടുള്ള പദം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം അനന്തരവൻ. ഓക്കെ, അനന്തരവൻ എന്ന പദമാണ് ശരിയായിട്ടുള്ള പദം. ബാക്കിയുള്ള 3 എണ്ണവും തെറ്റാണ്. 43. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സിനിമാ സ്കോപ്പ് ചലച്ചിത്രം ഏത്? മലയാളത്തിലെ ആദ്യത്തെ സിനിമാ സ്കോപ്പ് ചലച്ചിത്രം ഏത്? ഓപ്ഷൻ എ വിഗതകുമാരൻ, ബി പടയോട്ടം, സി ബാലൻ, ഡി തച്ചോളിയമ്പു. ഓക്കെ, മാറിപ്പോകരുത്. സിനിമാ സ്കോപ്പ് ചിത്രം. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, പ്രത്യുപകാരം എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. പ്രത്യുപകാരം എന്ന പദം ശരിയായി പിരിച്ചെഴുതുക. ഓപ്ഷൻ എ പ്രത്യു അധികം ഉപകാരം, ബി പ്രതി അധികം ഉപകാരം, സി പ്രത് അധികം ഉപകാരം, ഡി പ്രത്യു അധികം ഉപകാരം. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? പ്രത്യുപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ നമുക്ക് ലഭിക്കുക പ്രതി അധികം ഉപകാരം എന്നാണ്. ഓക്കെ, നോക്കുക. അടുത്ത ചോദ്യം, മലയാളം എന്ന പദം ശരിയായ അർത്ഥത്തിൽ പിരിച്ചെഴുതുക. മലയാളം. ഓക്കെ, മലയാളം എന്ന പദം ശരിയായ അർത്ഥത്തിൽ പിരിച്ചെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ മലയ അധികം ആളം, ബി മല അധികം ആളം, സി മല അധികം അളം, ഡി മലയ അധികം അള. മലയാളം എന്ന പദം ശരിയായ അർത്ഥത്തിൽ പിരിച്ചെഴുതിയാൽ നമുക്ക് ലഭിക്കുക ഉത്തരം മല അധികം ആളം. ഓക്കെ, ഓർത്തു വെക്കുക. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ മനസ്സിലേക്ക് ഉറപ്പിക്കുക, മല അധികം ആളം. ദെൻ മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഏത് ഭാഷയിൽ നിന്നാണ്? മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഏത് ഭാഷയിൽ നിന്നാണ്? ഓപ്ഷൻ എ കന്നഡ, ബി തെലുങ്ക്, സി സംസ്കൃതം, ഡി തമിഴ്. ഏതാണ്? അതെ, നമുക്കറിയാം തമിഴാണ്. നമ്മൾ കൂടുതലായിട്ട് കുറേ വാക്കുകൾ, തമിഴിലുള്ള വാക്കുകൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. മലയാള ഭാഷയുടെ ഉൽപ്പത്തിയും തമിഴിൽ നിന്ന് തന്നെയാണ്. അടുത്തത്, നാഗം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയുന്ന ഒരു ഉത്തരം തന്നെയാണ്. നാഗം എന്ന പദത്തിന്റെ അർത്ഥം എ സർപ്പം, ബി സ്വർഗം, സി കൊട്ടാരം, ഡി കുടിൽ. ഓക്കെ, നാഗം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നാഗം എന്ന പദത്തിന്റെ അർത്ഥം ഉത്തരം സ്വർഗം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, അക്കിത്തം ആരുടെ തൂലിക നാമമാണ്? അക്കിത്തം ആരുടെ തൂലിക നാമമാണ്? തൂലിക നാമങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. ഓപ്ഷൻ എ അച്യുതൻ നമ്പൂതിരി, ബി കേശവൻ നായർ, സി പി കേശവദേവ്, ഡി കെ നാരായണ നമ്പൂതിരി. ഇത് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. എളുപ്പത്തിൽ തന്നിട്ടുള്ള ഒരു തൂലിക നാമമാണ്. ഓക്കെ, ഏതാണ്? അതെ, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ തൂലിക നാമമാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഇതാണ് പൂർണ്ണമായിട്ടുള്ള നാമം. അടുത്ത ചോദ്യം നോക്കുക, കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചൊരു വരിയാണ് അല്ലെ. ഈ ജീവിത കഥ പറയാൻ വെറുമൊരു പിടി വാക്കുകൾ മാത്രം. ONVയുടെ ഏത് കവിതയിൽ നിന്നാണ് ഈ വരികൾ? ഓപ്ഷൻ എ തോന്നിയക്ഷരങ്ങൾ, ബി ഉപ്പ്, സി മോഹം, ഡി ഗോതമ്പ് മണികൾ. നമ്മൾ പഠിച്ച ഒരു കവിതയിൽ നിന്നുള്ള വരികളാണ് ഇത്. ഏതാണ്? അതെ, ഉത്തരം തോന്നിയക്ഷരങ്ങൾ. അടുത്ത ചോദ്യം, ഉറക്കം എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം ഏത്?
ഉറക്കം എന്നതിന്റെ പര്യായമല്ലാത്ത പദം താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ്? നോക്കുക. ഓപ്ഷൻ എ സുഷുപ്തി, ബി ഷാണം, സി നിദ്ര, ഡി ശയനം. ഉറക്കം എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം. ഉത്തരം ഷാണം. സുഷുപ്തി അല്ലെങ്കിൽ നിദ്ര, ശയനം എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ട വാക്കുകളാണ്, നമുക്ക് അറിയുന്ന വാക്കുകളാണ്. ബി ഷാണമാണ് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ പര്യായമല്ലാത്ത പദം. ഉറക്കം എന്നതിന്റെ പര്യായമല്ലാത്ത പദം. ഉത്തരം ഷാണം. ഞാൻ, ഇത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ എ തോപ്പിൽ ഭാസി, ബി തിക്കോടിയൻ, സി NN പിള്ള, ഡി കോവിലൻ. ഞാൻ എന്നത് ആരുടെ ആത്മകഥയുടെ പേരാണ്? ഓപ്ഷൻ എ തോപ്പിൽ ഭാസി, തിക്കോടിയൻ, NN പിള്ള, കോവിലൻ. ഉത്തരം ഓപ്ഷൻ സി NN പിള്ള. അടുത്ത ചോദ്യം നോക്കുക. ശരിയായ പദം ഏത്? വിഡ്ഢിത്തം എന്ന പദമാണ് നൽകിയിട്ടുള്ളത്. ഇത് ശരിയായ രീതിയിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. ഓപ്ഷൻ എ, ബി, സി, ഡി എന്നിവ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഏതാണ് ശരിയായിട്ടുള്ള പദം? അതെ, ഉത്തരം ബി അല്ലെ, വിഡ്ഢിത്തം. അതാണ് ശരിയായിട്ടുള്ള പദം. താഴെ പറയുന്നവയിൽ ആദേശസന്ധി അല്ലാത്തത് ഏത്? ആദേശസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോയതാണ്. അതിൽ ആദേശസന്ധി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ നെന്മണി, ബി വിണ്ടലം, സി വെണ്ണീർ, ഡി തണുപ്പുണ്ട്. ഏതാണ് അത്? ഉത്തരം തണുപ്പുണ്ട്. ഇതാണ് ആദേശസന്ധി അല്ലാത്തത്. അടുത്ത ചോദ്യം നോക്കുക. താഴെ പറയുന്നവയിൽ കഥകളിയുടെ ചടങ്ങുകൾ അല്ലാത്തത് ഏത്? നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, 4ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ പരിചയപ്പെട്ടതാണ് കഥകളിയുടെ ചടങ്ങുകൾ. ഇതിൽ കഥകളിയുടെ ചടങ്ങുകൾ അല്ലാത്തത് ഓപ്ഷൻസിൽ ഏതാണ്? ഓപ്ഷൻ എ പുറപ്പാട്, ബി കേളികൊട്ട്, സി മേളപ്പദം, ഡി കളിയാട്ടം. ഏതാണ്? അതെ, കളിയാട്ടമാണ് കഥകളിയുടെ ചടങ്ങുകളിൽ പെടാത്തത്. അടുത്ത ചോദ്യം. പള്ളി അധികം അറ, പള്ളിയറ. ഓക്കെ, പള്ളി അധികം അറ, പള്ളിയറ. ആ യായി മാറി. ഓക്കെ, പള്ളിയറ. ഓപ്ഷൻ എ ആദേശസന്ധി, ബി ലോപസന്ധി, ദ്വിത്വസന്ധി, ആഗമസന്ധി. ഇതിൽ പള്ളി അധികം അറ പള്ളിയറയായി മാറുമ്പോൾ ഏത് സന്ധിയാണ് അവിടെ ഉണ്ടാകുന്നത്? ഏതാണ്? അതെ, ഉത്തരം ആഗമസന്ധി. ആഗമിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൃത്യമായി ശ്രദ്ധിക്കുക. ഈ ഒരു ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സൂന സൗന്ദര്യം എന്ന പദം വിഗ്രഹിച്ച് എഴുതുക. സൂന സൗന്ദര്യം. ഓപ്ഷൻ എ സൂനം പോലുള്ള സൗന്ദര്യം, ബി സൂനത്തിന്റെ സൗന്ദര്യം, സി സൂനവും സൗന്ദര്യവും, ഡി സൂനമാകുന്ന സൗന്ദര്യം. സൂന സൗന്ദര്യം. ഏതാണ്? അതെ, സൂനത്തിന്റെ സൗന്ദര്യമാണ്. ഓക്കെ, നമ്മൾ ഇതേപോലത്തെ കുറേ പദങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. തെറ്റിക്കാൻ പാടില്ല. സൂന സൗന്ദര്യം എന്ന പദം വിഗ്രഹിച്ചെഴുതിയാൽ സൂനത്തിന്റെ സൗന്ദര്യം എന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ എക്സാമ്പിളുകൾ, ഉദാഹരണങ്ങൾ പരിചയപ്പെടുക. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടത്. ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്ക്, കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് USSന്റെ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഈ വീഡിയോ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.